അടിപൊളി ഫുഡാണ്. അടിപൊളിയാണ്. അടിപൊളിയാണ്. അടിപൊളി ബിരിയാണി. ഷൊർണൂർ തൃശ്ശൂർ റോഡിൽ ചെറുതുരുത്തിയിലുള്ള മർഹബ ബിരിയാണിയിലാണുള്ളത്. ഈ ബിരിയാണി കട ഏതാണ്ട് 6 വർഷത്തോളമായിട്ടുള്ള ബിരിയാണി കടയാണ്. നല്ല ചിക്കൻ ബിരിയാണി, ബീഫ് ദം ബിരിയാണിയാണ് അല്ലേ സലീംക്കാർ? സലീംക്കാണ്. നമ്മൾ സലീംക്കാർ പറയുമ്പോൾ മണ്ണാർക്കാട് പെരിന്തമണ്ണ സലീംക്കണ്ടേ ദം ബിരിയാണിൻ്റെ ബീഫ് ദം ബിരിയാണി അല്ലേ? അതെ അതെ. എങ്ങനെ ബിരിയാണിയുടെ റേറ്റ്? ബിരിയാണി ഒക്കെ 120. 120. 220. നിങ്ങൾ എന്താ ചോദിക്കണെന്ന് അതിന് മറുപടി പറയാം. ഞാൻ ചോദിക്കണേക്ക് മറുപടി അറിയാം. അറിയണാണെന്നൊക്കെ പറയാം. ഇന്ത്യയിൽ എത്ര സംസ്ഥാനമുണ്ട്? ഇന്ത്യയിൽ സംസ്ഥാനം 28 അല്ലേ? മാഷാ അല്ലാ. ഓക്കെ. അപ്പോൾ നമ്മൾ ദം ബിരിയാണി ചിക്കൻ ബിരിയാണി അല്ലേ? രണ്ടിന് 120 രൂപ. 85 രൂപ ആയിട്ടാണ് ആദ്യം സ്റ്റാർട്ട് ചെയ്ത് 2016. അത് 90 പിന്നെ 100, 110, ഇപ്പൊ 120. സാധനങ്ങൾക്കൊക്കെ ഭയങ്കര വിലയപ്പോ ചിക്കനും സൺഗോൾഡിനും ഒക്കെ ഭയങ്കര വിലയാണ്. അപ്പൊ അതിനനുസരിച്ച് നമ്മൾ റേറ്റ് കൂട്ടി കൊടുക്കാം. അപ്പൊ എത്ര മണിക്ക് തുടങ്ങാൻ പറ്റും? നമ്മളൊരു 11:30 മണിക്ക് സ്റ്റാർട്ട് ചെയ്യും. ആരാ വരുന്നതെന്ന് അറിയില്ല, എവിടുന്നാ വരുന്നതെന്ന് അറിയില്ല. 2:30 മണിയാകുമ്പോഴേക്കും മിക്ക ദിവസങ്ങളിൽ അവസാനിക്കും. 2:30 മണിക്ക് പരിപാടി കഴിയും. ചില ദിവസങ്ങളിൽ കുറച്ച് നേരം പോകും, അത്രേ ഉള്ളൂ. എന്തായാലും നിങ്ങൾ ബിരിയാണി ഭയങ്കര ഫേമസ് ആണ്. പറയണ്ട എല്ലാവരും. അതെ, നമ്മൾ എത്താൻ കുറച്ച് വൈകിയെന്നുള്ളൂ. ഇങ്ങനെ ഓരോ സ്ഥലത്ത് എത്തിപ്പെട്ടിട്ടേ. ഓക്കെ. അപ്പൊ എന്തായാലും രണ്ട് ടൈപ്പിലാണ് വെക്കുന്നത്. ഒന്ന് അല്ല, ചോറൊക്കെ ഒന്ന് തന്നെയാണ്. ബീഫ് ദമ്മ്, ചിക്കൻ സെപ്പറേറ്റ്. ഞങ്ങൾ സ്ഥിരമായിട്ട് വന്ന് കഴിക്കാറുള്ളതാണ്. നല്ല ഫുഡാണ്. പരമാവധി എപ്പോഴും വന്ന് കഴിക്കാറുണ്ട്. ഞങ്ങളെല്ലാവരും കൂടിയിട്ട് കൂട്ടുകാരൻ ഉണ്ടല്ലോ ഒരേ പോളിങ്ങ. അപ്പോൾ ചിക്കൻ ബിരിയാണി, ബീഫ് ബിരിയാണി രണ്ടും പറഞ്ഞിട്ടുണ്ട്. രണ്ടും കുറേശ്ശെ നമുക്ക് കഴിക്കാം. നമ്മുടെ കൂടെ കഴിക്കാവുന്ന 2 പേരുമുണ്ട്. ഞങ്ങൾ 3 ആളും കൂടി 2 ബിരിയാണി കഴിക്കാം അല്ലേ? 3 ആൾക്ക് 2 ബിരിയാണി പോരെ? ഓക്കെ. ചിക്കൻ കഴിക്കാം. ഏതൊക്കെ സ്കൂളിലാണ് നിങ്ങൾ പഠിക്കണേ? ചെറുതുരുത്തി സ്കൂളിൽ അല്ലേ? ആദ്യം നമുക്ക് ചിക്കൻ കഴിക്കാം, എന്നിട്ട് ബീഫ് കഴിക്കാം അല്ലേ? എന്താ പേര് നിങ്ങളെ? അക്ഷയ് കൃഷ്ണ. എന്തിയാ? മുഹമ്മദ് ഷീൻ. വെരി ഗുഡ്, നൈസ് ഫ്രണ്ട്സ്. ഓക്കെ, എന്നാൽ കഴിച്ചോളി. ഇവർക്ക് ഇത് കൊടുക്കുക പോനെ സാലഡ്. അപ്പം നമുക്ക് അതുപോലെ തന്നെ ആരും ഇല്ലാതെ ഒറ്റയ്ക്ക് കഴിക്കണം എന്ന് വിചാരിച്ചുള്ള 2 ആളെ കിട്ടിയത്. എന്താ സ്കൂളിൻ്റെ പേര്? ചെറുതുരുത്തി സ്കൂൾ തന്നെ അല്ലേ? ഓക്കെ, എന്നാൽ കഴിച്ചോളി. ഇതിൻ്റെ റൈസാണ് കേട്ടോ അതിൻ്റെ പ്രത്യേകത. നമ്മൾ കാണുന്ന പോലെ തന്നെ ഭംഗി പോലെ തന്നെ റൈസ് നല്ല ടേസ്റ്റ് ഉണ്ട്. ചിക്കൻ്റെ മസാല സൂപ്പർ. റൈസും ചിക്കനും വേറെ വെച്ചാലും കൂടി ഒന്നിച്ച് വരുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ട്. ഇവിടെ കുഴപ്പമില്ല. എങ്ങനെയുണ്ട് ബിരിയാണി? ഇടയ്ക്കിടയ്ക്ക് വന്ന് കഴിക്കുന്ന ആൾക്കാരാണ്. ഏതാ കൂടുതൽ ഇഷ്ടം, ബീഫോ ചിക്കനോ? ചിക്കനോ ഇല്ല, ബീഫ് നമ്മൾ കഴിച്ചിട്ടില്ല. ചിക്കൻ ഫോണുള്ളത് ബീഫ്. അടിപൊളി ചിക്കൻ ബിരിയാണി ഉണ്ടോ? ഒരു സ്ഥലത്ത് ഹൈവേ തന്നെ ഒരു 6 വർഷമൊക്കെ ഒരു കട കണ്ടിന്യൂസ് ആയി നടത്തണമെന്നുണ്ടെങ്കിൽ ആ കൺസിസ്റ്റൻസി കീപ്പ് ചെയ്യണം. അത് സലീം ഭായിൻ്റെ ബിരിയാണിക്ക് ഉണ്ടെന്നാണ് തോന്നുന്നത്. കാരണം നേരത്തെ നമ്മളോട് കുറേ ആൾക്കാർ പറഞ്ഞിട്ടുണ്ട് ബിരിയാണി അടിപൊളിയാണ്, ഒന്ന് പോയി കഴിച്ചു നോക്കിയത്. പിന്നെ നല്ല റൈസും ഉണ്ട്. 2 ബിരിയാണിക്ക് വാങ്ങിയാൽ 3 പേർക്ക് ഷെയർ ചെയ്ത് കഴിക്കാം. വേഗം കഴിച്ചാൽ അടുത്ത ബിരിയാണി തരാം. കഴിക്ക് വേറെ നിറച്ച് കഴിക്കുക. നിങ്ങളൊക്കെയാണ് ഇപ്പം കഴിക്കേണ്ട സമയം അല്ലേ സലീംക്ക? കുട്ടികളെ കഴിക്കേണ്ടത്. ചിക്കൻ ബിരിയാണി അടിപൊളിയാണ് കേട്ടോളെ. ഇത് മസാലയും കൂടി ഒന്നിച്ചിട്ടുള്ള ചോറാണ്. റൈസ് രണ്ടും ഒന്നാണെങ്കിലും മസാല രണ്ടും വ്യത്യാസമുള്ളതുകൊണ്ട് ഇത് നല്ല രണ്ട് ടേസ്റ്റാണ് അല്ലേ? ചിക്കനും ടേസ്റ്റും ബീഫും രണ്ട് ടേസ്റ്റും.
തൈരൊക്കെ എന്താ കട്ടിയുള്ള ഉള്ളിയാണ്. ആ ക്വാണ്ടിറ്റി കൂടുതലാണ്. അതെ അതെ അങ്ങനെയുണ്ട്. പക്ഷേ നമ്മളെ കൊടക്കാട് സലാംഖാൻ്റെ സലീംഖാൻ്റെ ബിരിയാണി പോലെയുള്ള ദമ്മല്ല കേട്ടോ ഇത്. ഇത് ഇറച്ചിയും വേറെ വേറെ സെറ്റ് ചെയ്ത പോലെയാണ് ഇത് തോന്നുന്നത്. ഉച്ചയ്ക്ക് വിശന്നിട്ട് കൊണ്ട് വന്ന് കഴിക്കുമ്പോൾ ഒരു പ്രത്യേക രുചിയാണ് ഇല്ലേ? പേഴ്സണലി എനിക്ക് ചിക്കൻ ബിരിയാണി കേട്ടോ ബീഫിനെക്കാട്ടി ഇഷ്ടപ്പെട്ട്. അപ്പോൾ നമ്മളെ സലീംഖാൻ്റെ മർഹബയിലെ ബിരിയാണി വിശേഷങ്ങൾ ഇതൊക്കെയാണ്. അപ്പോൾ ഞങ്ങളുടെ കൂടെ പങ്കെടുത്ത ഒന്നുകൂടി പേര് അറിയും അക്ഷയും മുഹമ്മദും രണ്ടുപേർക്കും പ്രത്യേക നന്ദിട്ടാ. ഓക്കെ, അപ്പോൾ ഇനി വഴി പോകുന്നവരൊക്കെ ഒന്ന് കയറിക്കോളി. ഇപ്പോൾ സമയം നല്ല കറക്റ്റ് 1 മണി സമയം, നല്ല തിരക്ക് വന്ന് തുടങ്ങി. ഓക്കെ, ഒരു മറ്റൊരു വീഡിയോ ആയിട്ടാണ്.